ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എസ് ക്യു എല്ലിലെ സ്റ്റോർഡ് ഫങ്ഷൻസിനെ കുറിച്ചാണ്. നമുക്കറിയാം MySQL എല്ലിൽ ബിൽറ്റിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ കൗണ്ട് ഫങ്ഷൻ. കൗണ്ട് ഫങ്ഷൻ എന്താണ് ചെയ്യുന്നത്? കൗണ്ട് റിട്ടേൺ ചെയ്യുന്നു. ഇപ്പോൾ എനിക്ക് എൻ്റെ എംപ്ലോയി ടേബിളിൽ 1,00,000-ൽ കൂടുതൽ സാലറി വാങ്ങിക്കുന്ന എത്ര എംപ്ലോയീസ് ഉണ്ടെന്നറിയാൻ കൗണ്ട് ഫങ്ഷൻ യൂസ് ചെയ്യാം. അതേപോലെ നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഫങ്ഷൻസിനെ നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിനെയാണ് നമ്മൾ സ്റ്റോർഡ് ഫങ്ഷൻ എന്ന് പറയുന്നത്. എ സ്റ്റോർഡ് ഫങ്ഷൻ ഈസ് എ റിയൂസബിൾ പീസ് ഓഫ് കോഡ് ദാറ്റ് പെർഫോംസ് എ ടാസ്ക് ആൻഡ് റിട്ടേൺസ് എ സിംഗിൾ വാല്യൂ. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ എനിക്ക് ഒരു എംപ്ലോയി ടേബിളുണ്ട്. എംപ്ലോയി ടേബിളിൽ ID, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, സാലറി, ഡിപ്പാർട്ട്മെൻറ്റ്, ലൊക്കേഷൻ, ഡേറ്റ് ഓഫ് ജോയിനിങ്, ഇങ്ങനെ ഡിഫറെൻറ്റ് കോളംസ് കൊടുത്തിട്ടുണ്ട്. ഒരു 5 എംപ്ലോയീസിനെ ഈ എംപ്ലോയി ടേബിളിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റെ റിക്വയർമെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് 601 ID ഉള്ള എംപ്ലോയിയുടെ സാലറി ഡിസ്പ്ലേ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ കുറി ഞാൻ എങ്ങനെ എഴുതും? സെലക്ട് salary from employee where ID is equal to 601. ഓക്കെ, ഇനി 602 കൊടുക്കുവാണെങ്കിൽ 602 ID ഉള്ള എംപ്ലോയിയുടെ സാലറി റിട്ടേൺ ചെയ്യും. എനിക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു പർപ്പസിന് വേണ്ടി ഒരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പം ഗെറ്റ് എംപ്ലോയി സാലറി എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഈ ഫങ്ഷനെ കോൾ ചെയ്തിട്ട് ഞാൻ ID പാസ് ചെയ്യുമ്പോൾ എനിക്ക് ആ പർട്ടിക്കുലർ സാലറി റിട്ടേൺ ചെയ്യണം. അപ്പോൾ എങ്ങനെയാണിത് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഞാനിനി ഇങ്ങനെയല്ല ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് റിസൾട്ട് എങ്ങനെ വരണമെന്ന് ചോദിച്ചാൽ, സെലക്ട് ഗെറ്റ് എംപ്ലോയി സാലറി എന്ന് പറയുന്ന ഫങ്ഷനെ കോൾ ചെയ്തിട്ട് ഞാനിപ്പോൾ 601 കൊടുക്കുവാണെങ്കിൽ എനിക്ക് ആ പർട്ടിക്കുലർ എംപ്ലോയിയുടെ സാലറി റിട്ടേൺ ചെയ്യണം. അപ്പോൾ അതിന് ഞാൻ ആദ്യം എന്ത് ചെയ്യണം? ഗെറ്റ് എംപ്ലോയി സാലറി എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് MySQL സ്റ്റോർഡ് ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയുന്നു ഡെലിമിറ്റർ ഡോളർ. ഡിലിമിറ്റർ ഡോളർ എന്ന് പറയാം. അല്ലെങ്കിൽ ഡിലിമിറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം SQL ആക്ച്വലി ടെർമിനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സെമിക്കോളനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് മൾട്ടിപ്പിൾ SQL സ്റ്റേറ്റ്മെൻറ്റ്സ് വരുമ്പം അവിടെ നമ്മൾ സെമിക്കോളൻ യൂസ് ചെയ്യുമ്പം അവിടെ വെച്ചത് ടെർമിനേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ആ ഒരു ഫങ്ഷൻ ഫുൾ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? അത് ടെർമിനേറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പം ഞാനിവിടെ പറഞ്ഞു ഡിലിമിറ്റർ ഡോളർ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുകയാണ്, ഇനിയും ആക്ച്വലി ടെർമിനേഷന് വേണ്ടി സെമിക്കോളൻ അല്ല നോക്കേണ്ടത്. പിന്നെ എന്താണ്? എപ്പോഴാണോ ഇനി ഡോളർ വരുന്നത് അപ്പോൾ മാത്രമേ അവിടെ നിന്ന് ടെർമിനേറ്റ് ആകാവുള്ളൂ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ഫങ്ഷൻ. ഫങ്ഷൻ്റെ നെയിം ഗെറ്റ് എംപ്ലോയി സാലറി. നമ്മൾ ID നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. ID അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഒരു വേരിയബിൾ കൊടുക്കാം. ഞാനിപ്പം EMP ID എന്ന് കൊടുക്കാം. ഡാറ്റ ടൈപ്പ് ഇൻഡിജർ. ഓക്കെ, ഈ മെത്തേഡിനെ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എന്താണ്? സാലറിയാണ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ ആ സാലറിയുടെ ഡാറ്റ ടൈപ്പ് ഇനി നമ്മൾ മെൻഷൻ ചെയ്യണം. അതിന് ഞാൻ പറയുന്നു റിട്ടേൺസ് ഇൻഡിജർ. ഇനി ഞാൻ പറയുന്നു ഡിറ്റർമിനിസ്റ്റിക്. ഡിറ്റർമിനിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഒരു ഫങ്ഷൻ എത്ര പ്രാവശ്യം കോൾ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഒരേ റിസൾട്ടാണ് കിട്ടുന്നത്. ഇപ്പം വേറെ ഫങ്ഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ അതിനകത്ത് ഇപ്പം കറൻറ്റ് ടൈമോ അല്ലെങ്കിൽ കറൻറ്റ് ഡേറ്റൊക്കെ യൂസ് ചെയ്യുക, അങ്ങനത്തെ ഫങ്ഷൻസൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ ഓരോ പ്രാവശ്യം റൺ ചെയ്യുന്ന സമയത്ത് ഓരോ റിസൾട്ടായിരിക്കും കിട്ടുക അല്ലേ? പക്ഷെ നമ്മുടെ കേസിൽ നമ്മൾ എത്ര പ്രാവശ്യം ഈ ഒരു ഫങ്ഷൻ കോൾ ചെയ്തിട്ട് ID പാസ് ചെയ്താലും നമുക്ക് അതേ റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുക. അതാണ് ഡിറ്റർമിനിസ്റ്റിക് എന്ന് പറഞ്ഞാൽ.
ഇനി ബിഗിൻ എന്ന് കൊടുക്കാം. ബിഗിൻ അവസാനം എൻഡ് കൊടുക്കണം. എന്നിട്ടിവിടെ ഡോളർ കൊടുക്കാം. ഓക്കെ, അപ്പം ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഫംഗ്ഷൻ ടെർമിനേറ്റ് ചെയ്യുന്നത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി ഇതിനുള്ളിൽ നമുക്ക് SQL ക്വറീസ്, SQL സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഈ സാലറി നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാനായിട്ട് പോവാണ്. ഡിക്ലെയർ, ഓക്കെ, വേരിയബിൾ ഞാൻ EMB സാലറി എന്ന് കൊടുക്കുന്നു, ഇൻഡിജർ. ഓക്കെ, ഇനി ക്വറി കൊടുക്കാം. ക്വറി എന്താണ്? സെലക്ട് സാലറി ഫ്രം എംപ്ലോയി where salary equal to this salary, employee ID. ഓക്കെ, ഒരു കാര്യം കൂടെ നമ്മൾ ചെയ്യണം. ഈ EMB സാലറി എന്ന് പറയുന്ന വേരിയബിൾ എന്തിനാണ് ഡിക്ലെയർ ചെയ്തത്? ആ ഒരു വേരിയബിളിലേക്ക് വേണം നമുക്ക് ഈ കിട്ടുന്ന സാലറി സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഇങ്ങനെ പറയുന്നു, സാലറി ഇൻറ്റു EMB സാലറി. അപ്പോൾ നമുക്ക് കിട്ടുന്ന സാലറി EMB സാലറി എന്ന് പറയുന്ന വേരിയബിളിലേക്കായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഒരു സെമിക്കോളൻ മിസ്സിംഗ് ആണ്, സെമിക്കോളൻ കൊടുക്കാം. ഇനി അത്രയും ചെയ്തതിന് ശേഷം എംപ്ലോയി സാലറി റിട്ടേൺ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് റിട്ടേൺ എംപ്ലോയി സാലറി, സെമിക്കോളൻ. ഓക്കെ, അതിനുശേഷം ഞാൻ പറയുന്നു ഡിലിമിറ്റർ സെമിക്കോളൻ കൊടുത്തു. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ റീസ്റ്റോർ ചെയ്യാനായിട്ടാണ്. ഇവിടെ നമ്മൾ ഡിലിമിറ്റർ പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഇനി ടെർമിനേഷന് വേണ്ടി ഡോളറാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ പറയാണ് ഇനിയും ഈ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഇനി ടെർമിനേഷന് വേണ്ടി യൂസ് ചെയ്യേണ്ടത് എന്ത് തന്നെയാണ്? സെമിക്കോളൻ തന്നെയാണ്. ഓക്കെ, ഇനി ഇത് എക്സിക്യൂട്ട് ചെയ്യാം. യെസ്, ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്ന് റിഫ്രഷ് ചെയ്യാം. ഇപ്പം നോക്കിക്കേ, ഫങ്ഷൻസിൽ ഗെറ്റ് എംപ്ലോയി സാലറി എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് കോൾ ചെയ്യാം. കോൾ ചെയ്യാനായിട്ട് സെലക്ട് ഗെറ്റ് എംപ്ലോയി സാലറി ഞാൻ 601 കൊടുക്കുന്നു. എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, ഒരു എറർ വന്നിട്ടുണ്ട്, നോക്കാം. ഓക്കെ, നമ്മൾ ആക്ച്വലി ഇവിടെ വേറെ സാലറി ഈസ് ഈക്വൽ ടു EMB ID എന്നാണ് കൊടുത്തത്. ആക്ച്വലി സാലറി അല്ല, ID ഈസ് ഈക്വൽ ടു എംപ്ലോയി ID എന്നായിരുന്നു കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഒരു ഫംഗ്ഷൻ തന്നെ നമുക്ക് മോഡിഫൈ ചെയ്യാം. മോഡിഫൈ ചെയ്യാനായിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ ഗെറ്റ് എംപ്ലോയി സാലറി എന്ന് പറയുന്ന ഫംഗ്ഷൻ കാണാം. അതിനകത്തെ ഫസ്റ്റ് ഐക്കൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ചേഞ്ച് വരുത്താം. അപ്പോൾ സാലറി ഞാൻ ചേഞ്ച് ചെയ്ത് ID എന്ന് കൊടുത്തു. ഇനി അപ്ലൈ കൊടുക്കാം. ഫിനിഷ്. ഓക്കെ, ഇനി ഒന്നുകൂടെ ഞാൻ ഇത് എക്സിക്യൂട്ട് ചെയ്യാണ്. യെസ്, 602 കൊടുക്കുവാണെങ്കിൽ 50,000. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം നമ്മുടെ എംപ്ലോയി ടേബിൾ നോക്കുവാണെങ്കിൽ നമുക്ക് ID ഉണ്ട്, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, സാലറി, ഡിപ്പാർട്ട്മെൻറ്റ്, ലൊക്കേഷൻ, ഡേറ്റ് ഓഫ് ജോയിനിങ് ഉണ്ട്. അപ്പോൾ എൻ്റെ റിക്വയർമെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഓരോ എംപ്ലോയിയുടെ പേരും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ എംപ്ലോയിയുടെ ഇയർ ഓഫ് സർവീസും ഡിസ്പ്ലേ ചെയ്യണം. അതായത് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ഡിസ്പ്ലേ ചെയ്യണം. അതായത് ഞാൻ ഇങ്ങനെ പറയുകയാണ്, സെലക്ട് ഫസ്റ്റ് നെയിം, കോമ, നമ്പർ ഓഫ് ഇയേഴ്സ്, ബ്രാക്കറ്റിൽ ഡേറ്റ് ഓഫ് ജോയിനിങ് എന്ന് പറയുന്ന ഈ കോളം പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രം എംപ്ലോയി. ഈ ക്വറി എന്ത് ചെയ്യണം? ഓരോ എംപ്ലോയിയുടെയും നെയിമും ഇയർ ഓഫ് സർവീസും ഡിസ്പ്ലേ ചെയ്യണം. അപ്പം അതിനുവേണ്ടി ഞാൻ നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പം ഞാൻ പറയുന്നു ഡിലിമിറ്റർ ഡോളർ കൊടുത്തു, then create function number of years,
നമ്പർ ഓഫ് ഇയേഴ്സിൽ നമ്മൾ സ്റ്റാർട്ട് ഡേറ്റ് ആണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഒരു വേരിയബിൾ കൊടുക്കാം. ഡേറ്റ ടൈപ്പ് ഡേറ്റ്. ഇനി അത് റിട്ടേൺ ചെയ്യുന്നത് എന്താണ്? ഇയർ ഓഫ് സർവീസ് ആണ്. അപ്പോൾ ഡേറ്റ ടൈപ്പ് ഇൻറ്റിജർ ആണ് വരുന്നത്. ഞാൻ പറയുന്നു റിട്ടേൺസ് ഇൻറ്റിജർ. അതിനുശേഷം ഡിറ്റർമിനിസ്റ്റിക് എന്ന് കൊടുക്കുന്നു. then begin end. അതിനുശേഷം ഡിലിമിറ്റർ നമ്മൾ സെമിക്കോളൻ കൊടുക്കും. ബിഗിനിനും എൻഡിനും ഇടയിൽ നമുക്ക് SQL സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണ്. ഡിക്ലെയർ കറണ്ട് ഡേറ്റ്. ഡേറ്റ ടൈപ്പ് ഡേറ്റ്. അതായത് ഇന്നത്തെ ഡേറ്റ് സ്റ്റോർ ചെയ്യാനായിട്ട് ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഇനി ഞാൻ ക്വറി കൊടുക്കുന്നു. സെലക്ട്. നമുക്ക് ഇന്നത്തെ ഡേറ്റ് കിട്ടാനായിട്ട് കറണ്ട് ഡേറ്റ് എന്ന് പറയുന്ന ബിൽറ്റിൻ ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട് SQL. അത് നമുക്ക് യൂസ് ചെയ്യാം. കറണ്ട് ഡേറ്റ്. ഈ കറണ്ട് ഡേറ്റിനെ എന്ത് ചെയ്യണം? ഈ ഒരു വേരിയബിളിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യണം. സ്റ്റോർ ചെയ്യാനായിട്ട് ഇൻറ്റു കറണ്ട് ഡേറ്റ്. ഓക്കെ, ഇപ്പം നമുക്ക് കറണ്ട് ഡേറ്റ് കിട്ടി. ഇനി ഞാനിവിടെ പറയുന്നു റിട്ടേൺ. നമുക്ക് ഇയർ ഓഫ് സർവീസ് കണ്ടുപിടിക്കണമെങ്കിൽ കറണ്ട് ഡേറ്റ് മൈനസ് സ്റ്റാർട്ട് ഡേറ്റ് കൊടുക്കണം അല്ലേ? അപ്പം കറണ്ട് ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ഇയർ, മന്ത്, ഡേ എന്നുള്ള ഒരു ഫോർമാറ്റിലാണ്. എനിക്ക് ഡേയും മന്തും വേണ്ട, എനിക്ക് ആക്ച്വലി ഇയർ മാത്രം മതി. അപ്പോൾ ഈ കറണ്ട് ഡേറ്റിൽ നിന്ന് ഇയർ മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഇയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അപ്പം ഞാൻ പറയുന്നു ഇയർ ബ്രാക്കറ്റിലെ കറണ്ട് ഡേറ്റ് കൊടുത്തു മൈനസ് ഇയർ ബ്രാക്കറ്റിൽ സ്റ്റാർട്ട് ഡേറ്റ് കൊടുക്കുക. ഓക്കെ, ഇനി ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കോൾ ചെയ്യാം. യെസ്, ഓരോ എംപ്ലോയീസും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ആ എംപ്ലോയീസിൻ്റെ എക്സ്പീരിയൻസ്, ഇയർ ഓഫ് സർവീസും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റോർഡ് ഫംഗ്ഷൻ നമുക്ക് MySQL വർക്ക് ബെഞ്ചിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ, ഇവിടെ നോക്കിക്കേ, ഫങ്ഷൻസ് എന്ന് പറയുന്ന ഒരു ടാബ് നമുക്കിവിടെ കാണാൻ പറ്റും, ഒരു ഐക്കൺ കാണാൻ പറ്റും. അതിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് ഫംഗ്ഷൻ കൊടുക്കുക. ഇപ്പോൾ നോക്കിക്കേ, നമുക്കൊരു ഫംഗ്ഷൻ്റെ ഒരു ടെംപ്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാം. നമ്പർ ഓഫ് ഇയേഴ്സ്. ഓക്കെ, നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് 1 എന്ന് കൊടുക്കുവാണ്. ഓക്കെ, ഇവിടെ സ്റ്റാർട്ട് ഡേറ്റ് ഡേറ്റ്. ഓക്കെ, ഇനി ഇവിടെ കോപ്പി ചെയ്യാം. ഓക്കെ, ബിഗിന് മുമ്പായിട്ട് നമുക്ക് ഡിറ്റർമിനിസ്റ്റിക് എന്ന് കൊടുക്കാം. യെസ്, ഇനി ഇത് എക്സിക്യൂട്ട് ചെയ്യാം. എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് അപ്ലൈ കൊടുക്കുന്നു. അപ്ലൈ, ഫിനിഷ്. യെസ്, എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഇനി ചെക്ക് ചെയ്യാം. നമ്പർ ഓഫ് ഇയേഴ്സിന് പകരം നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് 1 എന്ന് കൊടുക്കുന്നു. യെസ്, സെയിം റിസൾട്ട്. അങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റോർഡ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് നന്നായി മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റിലിടുക. താങ്ക് യു.